എണ്ണയും തേങ്ങയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. തേങ്ങയും എണ്ണയൊന്നും ഇല്ലാതെയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബീറ്റ്റൂട്ട്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ജീരകം എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഒരു വലിയ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബീറ്റ്റൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാം. ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ നമ്മൾ എളുപ്പം ജോലി തീർക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതായത് 1/2 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ ജീരകം, അത് നമുക്ക് ഈ ജാറിലിട്ട് ഒന്ന് മയത്തിൽ അരച്ചുകൊണ്ട് വരാം. ഒരു ശകലം വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത്. വെള്ളത്തിന് അളവൊന്നുമില്ല, ഒരു മയത്തിൽ കിട്ടത്തക്ക രീതിയിലുള്ള വെള്ളം കൂടി പോകാൻ പാടില്ല. ഇത്ര വെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പ് ഇതിലോട്ട് ചേർത്തങ്ങ് അരയ്ക്കാം. അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നതിന് സഹായിക്കും. നമ്മൾ ഇപ്പോൾ അരച്ചുകൊണ്ട് വന്ന ഈ കൂട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒഴിക്കാം. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. കൂടുതൽ വെള്ളവും പാടില്ല, വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല. നമുക്കിതിന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് എടുക്കാനുള്ളതാണ്. ഈ ബീറ്റ്റൂട്ട് ഇതിലേക്ക് തട്ടിയിടാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അടുപ്പിൽ വെച്ച് തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ ആ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളവും നമ്മൾ ഉപ്പൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്, എല്ലാം കൂടെ മിക്സായി വരും. തിളച്ച് നല്ലതുപോലെ കിട്ടും. നോക്കി നിന്ന് അടച്ചെടുക്കണം. ചെറിയ തീയിൽ വേവിക്കാം. ഇപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഇവിടെ പാകത്തിന് ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതൊന്ന് തണുത്ത് വരണം. അപ്പോഴത്തേക്ക് നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കടുക് താളിക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഇവിടെ വേവിച്ച് വെച്ചത് ഇതുപോലെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഈ തൈര് ഒഴിക്കാൻ. തൈരിന് ചെറിയൊരു ചുവപ്പ് കാണുമ്പോൾ ഞാൻ ബീറ്റ്റൂട്ട് ഇളക്കിയ സ്പൂൺ കൊണ്ട് തൈര് ഉടയ്ക്കാൻ നോക്കി, അതുകൊണ്ടാണ്. നമ്മൾ ഉപ്പ് അരപ്പിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടുക് താളിച്ചത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കടുക് താളിക്കാൻ എണ്ണ ഒഴിക്കുമ്പോൾ ആ കടുക് പൊട്ടുന്നതിന്, ആ മുളക് മൂക്കുന്നതിനും വേണ്ടി മാത്രമുള്ള എണ്ണ ഒഴിച്ചാൽ മതി. ശകല എണ്ണ ഒഴിച്ചാൽ മതി. ഇത് എണ്ണ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമല്ല. ഇപ്പോൾ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അതായത് ബീറ്റ്റൂട്ട് പച്ചടി. സൂപ്പർ.